ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുരിങ്ങയില തോരനാണ്. ഇലവർഗ്ഗങ്ങളിൽ വളരെയധികം ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് മുരിങ്ങയില. മുതിർന്നവരിലും കുട്ടികളിലും കണ്ടുവരുന്ന കാഴ്ചയുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണ് മുരിങ്ങയില. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നതും കീടനാശിനികളൊന്നും അടിക്കാത്തതുകൊണ്ടും ധൈര്യമായിട്ട് തോരൻ വെച്ച് കഴിക്കാൻ പറ്റും. മുരിങ്ങയില ഒട്ടും കട്ട കെട്ടാതെ എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയില എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൽ ചെറിയ ചിലന്തിയും പൊടികളുമൊക്കെ നല്ലവണ്ണം കാണും. അതെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകി വേണം തോരൻ വെക്കാൻ. തണ്ടിൽ നിന്ന് ഇലകളെല്ലാം അടർത്തിയെടുത്ത ശേഷം കഴുകി വെള്ളം പോകാനായിട്ട് ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. തോരനിൽ ചേർക്കാൻ ഒരരപ്പ് തയ്യാറാക്കണം. അതിനെന്തെല്ലാം വേണമെന്ന് നോക്കാം. 4 പച്ചമുളകും 5-6 കഷ്ണം ചുവന്നുള്ളിയും 3-4 കഷ്ണം വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ 1 കപ്പ് തേങ്ങ ചിരുവിയതും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് തേങ്ങ അരഞ്ഞു പോകാതെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അരി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏതരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ റേഷൻ അരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരും. അരിയെല്ലാം മുരിഞ്ഞു വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 ഉണക്കമുളക് മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുളകും മൂത്ത് വന്നു കഴിയുമ്പോൾ പാനിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങയില ഇട്ട് കൊടുത്ത ശേഷം തവിയോണ്ട് ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും മിക്സിയുടെ ജാറിൽ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീരയും ഇലയും എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് വെന്ത ശേഷം അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കാം. വെള്ളം ചേർക്കാത്തതുകൊണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ ചെറിയ തീയിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. എല്ലാം ഒന്നും കൂടി ഒതുക്കി വെച്ച് കൊടുത്ത ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി കൊടുക്കാം. ആവിയിലിരുന്ന് മുരിങ്ങയില എല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. തോരൻ തവിയോണ്ട് ഇളക്കി ഒന്ന് നല്ലവണ്ണം നിരത്തിയിട്ട് കൊടുക്കാം. അടിയിൽ പിടിക്കാതെയും കട്ടകളൊന്നും കെട്ടാതെയും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിങ്ങയില തോരൻ കിട്ടിയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇലത്തോരൻ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും കഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.